Good morning, all. പ്രപഞ്ച സ്റ്റാമിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനെത്തിയിട്ടുള്ളത് ഷെജീല മാം ആണ്. മാം നമ്മളുടെ സ്ഥിരം പാർട്ടിസിപ്പൻ്റ് ആണ്. നിമ്പിൾ അക്കാദമി ഫാക്കൽറ്റി ആണ്. സൈക്കോളജിക്കൽ കൗൺസിലറാണ്. റെമഡിയൽ ട്രെയിനറാണ്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യണം. Thank you, Sajina ma'am. Thank you all. Good morning. എന്താണ് എല്ലാവരെയും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? മഴ ഒക്കെ എല്ലാവർക്കും ഇല്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ കുറവാണ് എന്നൊക്കെ കേൾക്കാം. ഓക്കെ. അപ്പോ സജന മാം എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ? ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് കുറവായിട്ടാണ് മോർണിംഗ് സർക്കിളിൽ കയറാറുള്ളത്. എന്നാലും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എന്റെ പേര് ഷെജീല എന്നാണ്. അക്കാദമിയില് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. ഓക്കെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാല് യിൻ യാങ് തിയറി ആണ്. അപ്പോ അതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യിൻ യാങ് തിയറിനെ കുറിച്ചിട്ട്? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. സാർ കേട്ടിട്ടുണ്ടാവും. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോ ഇത് പേര് കേൾക്കുമ്പോ തന്നെ ഏകദേശം നമുക്ക് തോന്നുന്ന എന്താണ്? ഇതൊരു ചൈനീസ് വേർഡായിട്ട് എല്ലാവർക്കും തോന്നുന്നില്ലേ? കേൾക്കുമ്പോ തന്നെ ആ ഒരു പേരിൽ നിന്ന്. അപ്പൊ അതുപോലെ തന്നെ ഇതൊരു ചൈനീസ് വേർഡാണ്. യിൻ എന്ന് പറയുന്നത് നമ്മളൊരു മീനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശാന്തത, ആ ഒരു ഇത് ഒറ്റവാക്കിൽ പറയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അതുപോലെ തന്നെ യാങ് എന്ന് പറയുന്നത് സജീവമായിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള, അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്കതിനെ ഒരു മീനിങ് പറയാം. അപ്പോ ആദ്യം ഇത് ഒരു മലയുടെ 2 ഭാഗങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വേർഡാണ് ഈ യിൻ യാങ് എന്ന് പറയുന്നത്. അപ്പോ യിങ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം കുറവ് ലഭിക്കുന്ന നിഴൽ ഭാഗം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഭാഗവും. അതുപോലെ തന്നെ യാങ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന ഒരു സൈഡ്, അതായത് ഒന്ന് ഷാഡോയും ഒന്ന് ലൈറ്റും. അങ്ങനെയാണ് ആദ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവ പ്രകൃതിയിലെയും ജീവിതത്തിലെയും ഒക്കെ എല്ലാ വിരുദ്ധ പൂരക ശക്തികളെയും സൂചിപ്പിക്കുന്ന ഒരു തത്വചിന്തയായിട്ട് മാറുകയാണ്, വികസിക്കുകയാണ് ഉണ്ടായത്. മനസ്സിലായോ? വിരുദ്ധ പൂരക ശക്തി. അപ്പോ യിൻ യാങ് എന്ന് പറയുന്നത് ജീവിതത്തിലെ വിരുദ്ധ ശക്തികളുടെ സന്തുലിതമായിട്ടുള്ള ഒരു ഐക്യമാണ്. അപ്പൊ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ യിൻ യാങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശാന്തതയും സജീവമായിട്ടുള്ള കുറച്ച്, ഒന്ന് ശാന്തതയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആക്റ്റീവ്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഓപ്പോസിറ്റ് വേർഡ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ? പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് പരസ്പര പൂരകമാണ് എന്നാണ് പറയപ്പെടുന്നത്, പൂരകമായിട്ടുള്ള ശക്തികളാണെന്ന്. അപ്പോ അതായത് അത് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇല്ലാതെ മറ്റൊന്ന് പൂർണ്ണമാവൂല എന്ന് നമ്മൾ പറയൂലേ? പരസ്പരം വിരുദ്ധമാണെങ്കിലും ഒന്നില്ലാതെ മറ്റൊന്ന് പൂർണ്ണമാകില്ല എന്നത് പറയുന്നത് പോലെയാണ്. അപ്പൊ പ്രകൃതിയിലും ഈ 2 ശക്തികളും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാനിത് ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാല് എന്താണ്, അക്യുപങ്ക്ചറിലാണ്. അങ്ങനെയല്ലേ അൻസാർ സർ?
കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് അക്യൂപങ്ക്ചറിലാണോ? അതന്നെയാണ്. ഓക്കെ. അപ്പോ നമ്മള് ആ ഒരു ഇതിൽ കണക്ട് ചെയ്തിട്ടല്ല നമ്മൾ ക്ലാസ് പറയുന്നത്, നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ അക്യൂപങ്ക്ചറിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യിങ് യാങ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എനർജിയുടെ സന്തുലിതാവസ്ഥ വിശദീകരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിയറിയാണ് ഈ യിങ് യാങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡീനെ കണക്ട് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റും ഒന്ന് ഹാർഡും അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ശരീരത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻ എന്ന് പറയുന്നത് ശാന്തമായിട്ടുള്ള, നമ്മുടെ ശരീരത്തിലെ ശാന്തമായിട്ടുള്ള പോഷണമായിട്ടുള്ള ഒരു ഭാഗമാണെന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പ്, അതുപോലെ തന്നെ വിശ്രമം, ഇന്റേണൽ ഓർഗൻസ്, ശാന്തത, പോഷണം, ഇതൊക്കെ ഇന്നിൽ വരുന്നതാണ്. അപ്പോ ഈ ഇൻ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അനുഭവപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉറക്കക്കുറവ്, അതുപോലെ തന്നെ വരൾച്ച, അസ്വസ്ഥത, ചൂട് അനുഭവപ്പെടുക, ഇതൊക്കെ ഇൻ കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്നതാണ്. ഇനി യാങ് എന്ന് പറഞ്ഞാലോ, നമ്മുടെ ശരീരത്തിലെ ഊർജസ്വലമായിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഭാഗത്തെയാണ് യാങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തില്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചൂട്, അതുപോലെ നമ്മളെ മൂവ്മെന്റ്, ആക്ടിവിറ്റീസ്, എനർജി, മെറ്റബോളിസം, ഇതൊക്കെ യാങ്ങിൽ വരുന്നതാണ്. ഇപ്പൊ യാങ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, തണുപ്പ്, ചില ആൾക്കാർക്ക് പറയാറില്ലേ തണുപ്പ് തീരെ സഹിക്കാൻ പറ്റൂല എന്നൊക്കെ, അങ്ങനെയുള്ള ഇത്, അതുപോലെ ക്ഷീണം, ഉത്സാഹക്കുറവ്, മന്ദത, ഇതൊക്കെ യാങ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോ ഈ ഒരു യിങ് യാങ് ബാലൻസിങ് ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് എന്താവുക, ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ നമ്മളിൽ കാണപ്പെടുക എന്ന് പറയുന്നത്. അപ്പോ അത് വലിയൊരു എന്താ പറയാ, നമ്മുടെ ശരീരവുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പോകുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട്, യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള യിങ് യാങ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിരുദ്ധ പൂരകം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യിങ് യാങ് എന്ന് പറയുന്നത് പുരാതന ചൈനീസ് തത്വചിന്തയിലെ ഒരു പ്രധാന ആശയമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നല്ലത് ഉണ്ടാവാറുണ്ട്, ചീത്ത കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, വെളിച്ചം, ഇരുട്ട്, സന്തോഷം, ദുഃഖം, ഇതൊക്കെ വേർതിരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇതിനൊക്കെ എന്താ പറയാ, ഓരോന്നിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ യിങ് യാങ് തിയറി പറയുന്നത് ഇത് പരസ്പരം എതിർ വശങ്ങളല്ല, മറിച്ച് പരസ്പരം പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? നമുക്ക് എപ്പോഴും സുഖം മാത്രം ഉണ്ടാവുമോ, അല്ലെങ്കിൽ എപ്പോഴും ദുഃഖം മാത്രം ഉണ്ടാവില്ല അല്ലെ? ലൈഫ് ലോങ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല്, അപ്പൊ നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രകൃതിയിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാല്, രാത്രി ഇപ്പൊ യിങ് യാങ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യിന്നില് വരുന്നതാണ് രാത്രി എന്ന് പറഞ്ഞാല്. അപ്പൊ യാങ്ങിൽ എന്തായിരിക്കും? രാത്രി ആണെങ്കിൽ ഓക്കെ, താങ്ക് യു. പകല്. യിന്നില് ചന്ദ്രനാണെങ്കിൽ യാങ്ങിൽ എന്തായിരിക്കും? സൂര്യൻ. യിന്നില് വിശ്രമം, യാങ്ങില് പ്രവർത്തനം, ആക്റ്റീവ്, അതായിരിക്കും. അതുപോലെ യിന്നിൽ സൈലൻസ് ആണെങ്കിൽ യാങ്ങില് ആക്റ്റീവ് ആയിരിക്കും. യിന്നില് സ്ത്രീ ശക്തിയാണ് എന്നുണ്ടെങ്കിൽ യാങ്ങില് പുരുഷ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോ രാത്രി ഓപ്പോസിറ്റ് പകൽ, അങ്ങനെയാണല്ലേ നമ്മൾ സാധാരണ പറയാം. അപ്പോ രാത്രി മാത്രം മതിയോ നമുക്ക് രാത്രിക്ക് രാത്രിയും വേണം, പകലിന് പകലും വേണം അല്ലേ? അതുകൊണ്ടാണ് ഒന്ന് ഇല്ലാതെ മറ്റൊന്ന് പൂർണ്ണമാകുന്നില്ല എന്ന് പറയുന്നത്. ആ ഒരു തിയറിയാണ് ഈ ഒരു യിങ് യാങ്ങില് പറയുന്നത്.
അപ്പോ ഇതിനൊരു സൈൻ ഉണ്ട്, ഒരു സിമ്പിൾ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിടാം, അറിയാൻ വേണ്ടിയിട്ടാണ്. റസിന മാം, ചെയ്യാട്ടാ അതിനെക്കുറിച്ച്. ആക്കിയിട്ടുണ്ട് കേട്ടാ മാം, ആ പോസ്റ്റ് ആക്കി. ആ കാണുന്നില്ലേ? യെസ്, കാണുന്നുണ്ട്. ഓക്കെ. ആ നടുവിൽ കാണുന്ന രണ്ട് വൈറ്റും ബ്ലാക്കും ഒരു റൗണ്ടിന്റെ ഉള്ളില് വൈറ്റും ബ്ലാക്കും കാണുന്നില്ലേ? അതാണ് യിങ് യാങ് അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ കൂടുതൽ ബ്ലാക്ക് കാണുന്ന ഒരു ഷേപ്പിന്റെ ഉള്ളിൽ ബ്ലാക്ക് കാണുന്നില്ലേ, ഒരു മഴത്തുള്ളി മോഡല്, അതിന്റെ ഉള്ളില് ഒരു റൗണ്ടില് വൈറ്റ് കാണാം. അതുപോലെ തന്നെ വൈറ്റിന്റെ ഉള്ളില് ഒരു ബ്ലാക്ക് ഡോട്ടും കാണാം. അതായത് ഇപ്പൊ നമ്മുടെ ഒരു സ്വഭാവം എടുത്തു നോക്കിക്കഴിഞ്ഞാല്, നമ്മൾ ചില ആൾക്കാർ പറയില്ലേ അയാൾ ഭയങ്കര ചൂടനാണെന്ന്, ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് പറയൂലേ. അങ്ങനെ ആ ഒരു ദേഷ്യം എന്ന് പറയുന്നത് യാങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ ആ ആളെപ്പോഴും ദേഷ്യക്കാരനല്ല. കൂടുതൽ ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ആ ഒരു ഡോട്ട് കണ്ടില്ലേ, അതുപോലെ ഒരു ശാന്തത അയാളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. മനസ്സിലായോ പറഞ്ഞത്? യെസ് മാം. ഓക്കെ. അപ്പോ ഈ ഒരു സിമ്പിൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഉള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നത് കറുപ്പിൽ വെള്ളപ്പുള്ളിയും വെള്ളയിൽ കറുത്ത പുള്ളിയും, ഇതാണ് ആ ഒരു സൈനില് വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാര്യം എടുത്താലും അതിന്റെ ഓപ്പോസിറ്റിന്റെ ഒരു ചെറിയ ഭാഗം അടങ്ങിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും സന്തോഷം നടക്കുന്ന ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാറില്ലേ? ഉണ്ടോ? ഏറ്റവും ഭംഗിയായിട്ടൊരു കാര്യം നമ്മൾ അറേഞ്ച് ചെയ്താലും പൊതുവെ അത് നന്നായി ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവൂലേ? ഒരു കല്യാണം എടുത്തു നോക്കി കഴിഞ്ഞാല് നല്ല ഭംഗിയിലെ കല്യാണമൊക്കെ നടന്നിട്ടുണ്ടാവും. അതില് കുറച്ച് പേര് എന്നെ വന്ന് വിളിച്ചിട്ടൊന്നുമില്ല, ഫോൺ ചെയ്ത് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ചില ആൾക്കാര് അതൊരു പ്രശ്നമായിട്ടൊക്കെ കാണാറില്ലേ? അതുപോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ഭയങ്കര പ്രയാസത്തിലൊക്കെ അനുഭവപ്പെടുന്ന കുറെ സിറ്റുവേഷൻസ് നമ്മൾക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ? ആ സമയത്ത് നമുക്ക് പ്രയാസത്തിലാണെങ്കിലും ഒരു ഹോപ്പ് നമുക്ക് അതില് കാണാറില്ലേ? നമ്മൾ നല്ലൊരു പ്രയാസത്തിലാണെങ്കിൽ പോലും നമുക്ക് അതിലൊരു എവിടെയോ ഒരു ഹോപ്പ് ഉണ്ടാവാറില്ലേ? അതാണ് ഈ ഒരു സൈന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത് നമ്മളെ മെന്റൽ ഹെൽത്തിനെ കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹം അല്ലെ? അപ്പോ യിൻ യാങ് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദുഃഖം എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമുക്ക് ഒരു സക്സസിലോട്ട് എത്തുന്ന ഒരാളുടെ ജീവിതത്തിന്റെ പുറകില് എന്തെല്ലാം യാതനകൾ ഉണ്ടാവും. കുറെ ഫെയിലിയർ കഴിഞ്ഞിട്ടായിരിക്കും അയാൾ ഒരു സക്സസിലോട്ട് എത്തുന്നുണ്ടാവുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ ചില ആൾക്കാര് കുറെ പ്രശ്നങ്ങൾ നേരിട്ടിട്ട് കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആവണത് കണ്ടിട്ടില്ലേ? അപ്പോ അവിടെ ആദ്യം ശാന്തതയും പിന്നെ സ്ട്രോങ് ആവുമ്പോ ഇന്നിൽ നിന്ന് അവിടെ യാങ് കൂടി, നേരത്തെ ഇന്നായിരുന്നു, അങ്ങനെ ആയിരിക്കും അല്ല? അപ്പൊ ഇതില്ലാതെ ഈ ഒരു ഫങ്ഷൻ ഇല്ലാതെ നമ്മളുടെ ആരുടെയും ജീവിതം കടന്നു പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല അല്ലെ?
അതുപോലെ തന്നെ വിശ്രമം. നമ്മള് ഒരുപാട് സമ്പാദിക്കുന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ പിന്നാലെ നല്ലൊരു കരിയർ, നല്ലൊരു വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് വിശ്രമിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ബ്രേക്ക് എടുക്കാതിരിക്കാൻ പറ്റാറുണ്ടോ നമുക്ക്? അപ്പോ വിശ്രമം നമ്മുടെ ഉൽപാദനക്ഷമതയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ പരാജയം വളർച്ചയുടെ ഭാഗമാണ്. ശരിക്കും നമ്മളുടെ ഇമോഷൻസിനെ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് നമുക്ക് മെന്റൽ ഹെൽത്ത് വളരുന്നത് എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, കുറവുകൾ ഉണ്ടാവാം. ഇതൊക്കെ നമ്മൾ എന്നാണോ ആക്സെപ്റ്റ് ചെയ്യുന്നത് അന്നാണ് നമുക്ക് അതിൽ നിന്ന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? നമ്മളെപ്പോഴും ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കുറവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ അതും പറഞ്ഞവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവുമോ? ആ സ്ഥാനത്ത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു, ശരിയാണ് എനിക്ക് കോൺഫിഡൻസ് കുറവാണ്, അപ്പൊ അത് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പല സ്റ്റെപ്സ് മുന്നോട്ട് വെക്കുന്നത്. ആ വെക്കുമ്പോഴാണ് എന്തുണ്ടാവുക, നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നതും നമ്മുടെ മെന്റൽ ഹെൽത്ത് വളരുന്നത് എന്ന് പറയും. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയാ, ഈ ഇത് നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് എത്ര പറ്റുള്ളൂ എന്നുള്ളത്, അല്ലേ? ഇപ്പൊ നമ്മളെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ പൂർണ്ണമായിട്ടും ഓക്കെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പോ എപ്പോഴും നമ്മൾ തിരക്ക് പിടിച്ച് ഓടി നടന്ന് സമ്പാദിക്കുന്നത് മാത്രമല്ല, ഒരു സക്സസ് എന്ന് പറയുന്നത് ഇടയ്ക്കൊന്ന് നിർത്തി നമ്മൾ റെസ്റ്റ് എടുക്കുന്നതും ആ ഒരു വിജയത്തിന്റെ ഭാഗമാണ്. എന്നാലേ ലൈഫിന്റെ ആ ഒരു സൗന്ദര്യം ബാലൻസ് ആവുള്ളൂ എന്ന് പറയും. ഇതിൽ പറഞ്ഞാരെങ്കിലും? ഹലോ, ഓക്കെ ആണല്ലോ അല്ലെ വോയിസ്? അതെ, ഓക്കെയാണ് മാം, ഓക്കെയാണ്. അപ്പോ നമ്മള് ഓടി നടന്ന് വർക്കിങ്ങിന്റെ ഇടയിൽ നമുക്കൊരു വിശ്രമം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതും എന്ത് ചെയ്യണം, നമ്മുടെ ഒരു വിജയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്, അല്ലെ? അപ്പോ ഈ ഒരു യിങ് യാങ് തിയറി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒന്നും പൂർണ്ണമായിട്ട് നല്ലതോ ചീത്തയോ അല്ല എന്നുള്ളതാണ്. അവിടെ സന്തോഷവും ദുഃഖവും ശക്തിയും ദൗർബല്യവും പ്രവർത്തനവും വിശ്രമവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത് എന്നുള്ളതാണ്, അല്ലേ? നമുക്ക് എപ്പോഴും സന്തോഷം മാത്രം അല്ലെങ്കിൽ എപ്പോഴും ദുഃഖം മാത്രം, നമ്മളെപ്പോഴും മെന്റൽ ഹെൽത്ത് നമുക്ക് ഭയങ്കര ഓക്കെ ആണെന്ന് എപ്പോഴും എല്ലാ സാഹചര്യത്തിലും നമുക്ക് പറയാൻ പറ്റൂല, അല്ലെ? നമ്മുടെ ശരീരത്തിന് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും എന്ന് പറയാൻ പറ്റൂല, ഇടയ്ക്ക് നമ്മളെ അസുഖങ്ങൾ തളർത്താറുണ്ട്, അല്ലെ? അപ്പോ ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ഒന്ന് നല്ലത് മാത്രം നമുക്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ചീത്ത മാത്രം നമുക്ക് ഉണ്ടാവില്ല. ഇത് രണ്ടും ബാലൻസിങ് ഉണ്ടാവും. അത് കറക്റ്റ് ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് ആ ഒരു ലൈഫിനെ നല്ല ഭംഗിയിൽ നമുക്ക് ജീവിച്ചു തീർക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ നമ്മളുടെ ഒരു ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെ? ഒരു വീട്ടില് ഒരു ഹസ്ബൻഡും വൈഫും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒരാള് ഭയങ്കര ദേഷ്യക്കാരനും അതേ സ്ഥാനത്ത് മറ്റാള് ചിലപ്പോ ഒന്ന് സോഫ്റ്റ് ആയിരിക്കും. ആള് ദേഷ്യപ്പെടുന്നത് അങ്ങനെയാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് മറ്റാളൊന്ന് ഒതുങ്ങി കൊടുക്കണതായിരിക്കും. ഈ അങ്ങനെ പൊതുവെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ അല്ലാത്തൊരു ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, അല്ലെ? രണ്ടും ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ, രണ്ടും യാങ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോ ഇവിടെ മറ്റുള്ള വീടുകളിൽ ഇത് യോജിച്ചു പോണത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് യങ്ങും ഒന്ന് യാങ്ങും ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരിലും ഉണ്ടാവും അങ്ങനെ യങ്ങും യാങ്ങും, അല്ലെ? അപ്പൊ ആ ഒരു സിമ്പിള് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
വൈറ്റ് കൂടുതലുള്ള ആ ഒരു ഭാഗത്ത് കുറച്ച് ബ്ലാക്ക് കണ്ടില്ലേ? അതുപോലെ തന്നെ ബ്ലാക്ക് കൂടുതലുള്ള ഭാഗത്ത് കുറച്ച് വൈറ്റ് കണ്ടില്ലേ? അപ്പോ ഇപ്പോ നെഗറ്റീവ് കൂടുതലുള്ള ഒരാളില് കുറച്ച് ഭാഗമെങ്കിലും അവരുടെ പോസിറ്റീവ് ഉണ്ടാവും. ഒരുപാട് പോസിറ്റീവ് ഉള്ള ഒരു ആൾക്കാരിലും കുറച്ച് നെഗറ്റീവ് ഭാഗങ്ങളും ഉണ്ടാവും. ഇപ്പൊ നമ്മള് രാത്രിയും പകലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫുൾ ടൈം പകലാണെങ്കിൽ പോലും കൂടുതൽ നമ്മൾ വർക്കിംഗ് ആയിരിക്കും അല്ലെ, കൂടുതൽ നമുക്ക് മൂവ്മെന്റ് വേണ്ടി വരും. പക്ഷെ നമ്മൾ ഫുൾ ടൈം വർക്കിങ്ങിലാണോ എന്ന് ചോദിച്ചാലല്ല, നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഒന്ന് ഇരിക്കുന്നുണ്ട്, ഒന്ന് കിടക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ രാത്രി ആണെങ്കിലോ നമ്മൾ സൂര്യൻ അസ്തമിച്ച ഉടനെ നമ്മൾ കിടന്നുറങ്ങുന്നില്ല അല്ലെ, കൂടുതൽ നമ്മൾ ഉറങ്ങായിരിക്കും. പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് വരെ നമ്മൾ കുറച്ചൊന്ന് ആക്റ്റീവ് ആയിരിക്കും, പകലത്തെ അത്ര ഇല്ലെങ്കിലും. അപ്പൊ ആ ഒരു സിമ്പിൾ സൂചിപ്പിച്ച പോലെ അങ്ങനെയാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഓക്കെ. അപ്പോ ഇനി ഞാൻ കുറച്ച് ഇത് പറയാം. അതില് യിങ്ങും യാങ്ങും നമ്മുടെ ഒക്കെ ജീവിതത്തിലെ യിങ്ങും യാങ്ങും ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ജോലി ചെയ്യുന്നത് അതെന്തായിരിക്കും? ജോലി ചെയ്യുന്നത് യിങ്ങാണോ യാങ് ആണോ? ജോലി ചെയ്യുന്നത് യാങ് ആണ്. നമ്മള് ഓക്കെ. റെസ്റ്റ് എടുക്കുന്നതോ? യിന്നാണ്. നമ്മളെ സംസാരം എന്താണ്? സംസാരിക്കുന്നത് യാങ് ആണ്. കേട്ടിരിക്കുന്നതോ? നമ്മൾ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എഫേർട്ടുകളൊക്കെ ഉണ്ടാവൂലേ, അതോ? യാങ് ആണ്. നമ്മൾ സെൽഫ് ലവ് അതോ? സെൽഫ് ലവ് എന്ന് പറയുന്നത് യിന്നാണ്, യിന്നിലാണ് അത് വിടാം. നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു അല്ലെ. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് അങ്ങനെ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്ക് ചിലപ്പോ അത് ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു യിങ് യാങ് തിയറി എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫില് നമ്മുടെ യൂണിവേഴ്സില് ഇതൊക്കെ യിങ്ങിന്റെയും ആ ഒരു യാങ്ങിന്റെയും ഒരു വിരുദ്ധ പരസ്പര പൂരക ശക്തി എപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു യിങ് യാങ് തിയറിയിൽ പറയുന്നത്. ഓക്കെ. ഇത് ബാലൻസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാതെ ഒരു അവിടെയാണ് ഇതിന്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാല്, നമ്മൾ ഇതൊക്കെ രാത്രി പകൽ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് പോലെ ദുഃഖം സന്തോഷം അങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഇതൊക്കെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് മാത്രമല്ല, ഇത് രണ്ടും ചേർന്നതാണ് ജീവിതം എന്നുള്ളത്. അപ്പൊ സങ്കടം വരുമ്പോ അതിന്റെ പിന്നാലെ മാത്രം പോവാതെ അതില് സന്തോഷം കൊണ്ടുവരാ, അപ്പോഴാണ് നമ്മുടെ ലൈഫ് ബാലൻസിങ് ആവുക അല്ലെ. ഇതാണ് ഈ ഒരു യിങ് യാങ് തിയറിയിൽ പറയുന്നത് എന്ന് നമുക്ക് ഒരു ചെറിയ രൂപത്തിൽ പറയാം. ഓക്കെ, താങ്ക് യു ഓൾ. ഇനി ഇതില് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. സർ Good morning, Sajila ma'am. Answer, sir. പറഞ്ഞോ മാം, Good പറഞ്ഞോ മാം, morning. പറഞ്ഞോ.
Okay, sir. Thank you. Sajila ma'am, ഒരു പുതിയ ടോപ്പിക്കാണ്, സംതിങ് ന്യൂ ആയിട്ട് ഫീൽ ചെയ്തു. ഇൻ ഞാൻ തേരി ഇത് ഓപ്പോസിറ്റ്സ് ആണ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ എല്ലാം വേണം. ഗുഡും വേണം, ബാഡും വേണം. ഗുഡ് ഉള്ളപ്പോഴാണ് ബാഡിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ബാഡ് ഉള്ളത് കൊണ്ട് ഗുഡിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് മാം നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നു. പക്ഷെ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ആൻഡ് ഇതൊരു കണ്ടിന്യൂറ്റി ആണ്. ഇപ്പോൾ ഡേ കഴിയുമ്പോഴല്ലേ നൈറ്റ് വരുന്നത്, നൈറ്റ് കഴിഞ്ഞാലാണ് ഡേ. സോ ഇത് പാർട്ട് ഓഫ് ലൈഫ്. ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് ഇന്ന് മാം മനസ്സിലാക്കി തന്നത് വളരെ നല്ല രീതിയിലൊന്നു. ആ മാം ഒരു കാര്യം പറഞ്ഞില്ലേ, ആ ഒരു പിക്ചർ കാണിച്ചിട്ട് അതിലെ ഡാർക്ക്, ആ ഡാർക്കിലെ ഒരു ചെറിയ സ്പോട്ട് ലൈറ്റ് ആയിട്ടും ലൈറ്റ് സ്പോട്ടിലെ ഡാർക്ക് ആയിട്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് കൂടുതലാണെങ്കിൽ ഒന്ന് കുറവായിരിക്കും എന്നുള്ളതും നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നു. സംതിങ് ന്യൂ. ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് ലൈഫ് എന്താണെന്നുള്ളത് ഡെഫിനറ്റ്ലി റിയലൈസ് ചെയ്യണം. നല്ല രീതിയിൽ മാം വളരെ സോഫ്റ്റ് ആയിട്ടും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന വളരെ താങ്ക്സ്. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച് ചന്ദ്ര മാം. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും എന്താണെന്ന് അറിയാണ്ടായിരിക്കില്ലേ നമ്മുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാലൻസ് ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടാവും, അതെങ്ങനെ വരുന്നു എന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. പഴയൊരു പാട്ടുണ്ട്, പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതി രണ്ടും കണ്ടു നിൽക്കും, ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. പഴയ വയലാറിൻ്റെ ആണെന്നാണ് എൻ്റെ. ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും സമ്മിശ്രമാണ്. അല്ലാതെ പിന്നെ ദുഃഖം വരുമ്പം മനസ്സങ്ങ് താഴ്ന്നു പോകാതെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ദുഃഖവും സന്തോഷവും അത് സമ്മിശ്രമായിട്ട് വന്നുകൊണ്ടേയിരിക്കും ലൈഫിൽ. അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. അപ്പം ഇങ്ങനെ രണ്ട് ടേംസ്, ഒരു പുതിയ ടേംസ് ആണ് അത്. പുതിയൊരു വിഷയം, പുതിയതല്ല, നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം. അത് ഒരു ചൈനീസ് വേർഡിങ്ങിലുള്ള ഒരു ടേം ആയിട്ട് പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷം. ബിംബിൾ മോർണിംഗ് സർക്കിളിൽ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രഭാതങ്ങൾ ആക്റ്റീവാക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തരുത്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഓരോ ദിവസവും ഓരോ വിഷയങ്ങളായിട്ട്. ഇപ്പം ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പരസ്പര പൂരകങ്ങളാണ്. ഇത് വളരെ ഭംഗിയായിട്ട് വളരെ ലളിതമായിട്ട് അത് പറഞ്ഞു തന്നു. അതിൻ്റെ കൂടെ ഒരു പുതിയ ടേം, രണ്ട് ടേംസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. നമുക്കറിയാലേ, നമ്മളുടെ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദുഃഖവും ഉണ്ടാവും സന്തോഷവും ഉണ്ടാവും. അപ്പൊ ഈ ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആയി പോയി അവിടെ സ്റ്റെക്കായി പോയിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം, ആ ഒരു സൈനിൽ കാണുന്ന ആ ഒരു വൈറ്റിലോട്ട് നമുക്ക് എത്താൻ പറ്റാത്തത് അല്ലേ? നമ്മൾ മെന്റൽ ഹെൽത്ത് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എവിടെയാണോ നമ്മൾ കുടുങ്ങി പോകുന്നത് കിടക്കുകയാണ് ചെയ്യുക. അപ്പോ പലരും അതിൽ നിന്നൊക്കെ
ആയി ബാലൻസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഇതാണ് സാർ പറഞ്ഞ പോലെ തന്നെ ഒക്കെ റിമൈൻഡിങ് ആണ്. നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ ചില പുതിയതാണ് മാത്രം. നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആണ് ഇതൊക്കെ. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് സർ. ഇന്ന് പറഞ്ഞ യിൻ തിയറി ശരിക്ക് 5000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചൈനീസ് തത്വചിന്തം പറഞ്ഞു കൃത്യമായിട്ട്. ഇതില് യിന്ന് ഞാൻ എന്ന് പറയുന്നത് ഒന്നിനോട് പരസ്പര പൂരകങ്ങളാണ്, ഒന്നിന്റെ എതിർദിശയിലാണ്, ഒന്ന് മറ്റൊന്നിനോട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നെന്നും ഒന്നില്ലാതെ മറ്റൊന്നില്ല എന്നും എല്ലാ യിന്നിനും ഒരു യാനും എല്ലാ യാനിലും ഒരു യിന്നും ഉണ്ടെന്ന് പറഞ്ഞു. ഇതില് ഞാൻ അതിലൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞേ. അതായത് എല്ലാ സ്ത്രീയിലും ഒരു പുരുഷനുണ്ട്, എല്ലാ പുരുഷനിലും ഒരു സ്ത്രീയുണ്ട്. അത് എവിടെയാണെന്നറിയോ? സാധാരണ എല്ലാ സ്ത്രീയിലുള്ള പുരുഷൻ എന്ന് പറഞ്ഞാല്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സ്ത്രീ പുരുഷനാണ് സമയം എന്ന് പറഞ്ഞാല് അവരുടെ സഹികെട്ട് പോണ ഒരു സമയമുണ്ട്. അപ്പോ പുരുഷനെ എത്ര കൺട്രോൾ ചെയ്താലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്ര ഷൗട്ട് ചെയ്യണ ഒരു സിറ്റുവേഷൻ വരും. പുരുഷനേക്കാൾ അപ്പുറം എന്ന് വേണം പറയാനായിട്ട്. ആ സിറ്റുവേഷനാണ് നമ്മള് സ്ത്രീയിലെ പുരുഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുരുഷനിലൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ വരുന്നത് ഒന്ന് രണ്ട് സ്ത്രീകളുടെ ഇടയിലേക്ക് ചെന്ന് പെടുന്ന സമയത്ത് അവരെ ഒന്ന് കൊഞ്ചിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്നൊരു നാണം വരും. എത്ര ഗർവമുള്ള ഒരാളാണെങ്കിലും അവിടെ ഒരു ഉള്ളിൽ നിന്നൊരു നാണം വരും, സ്ത്രീത്വം വരും അവന്റെ. അവിടെയാണ് പുരുഷനിലെ സ്ത്രീ വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. എന്തായാലും എനിവേ വളരെ നല്ല രീതിയിൽ തന്നെ ഇന്നും ഞാനും കൃത്യമായി തന്നെ വിശദീകരിച്ചു. വളരെ നല്ലൊരു പുതിയൊരു അറിവായിരുന്നു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് അൻസർ സർ. സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്ട്രോങ് ആവൂലേ ഒരു സ്ത്രീ കൂടുതലും ഒരു ഇതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഇതുപോലെ അവര് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു നിമിഷം, അല്ലെങ്കിൽ കുറെ ഒരുപാട് സഹിച്ചിട്ട് അവര് തിരിച്ചു വരുന്ന ഒരു വരവില്ലേ സ്ട്രോങ് ആയിട്ട്, അതൊക്കെ ഭയങ്കര ശരിക്കും നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഒന്നിൽ ഒന്നുണ്ടാവും എന്നുള്ളതാണ്. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. ഇപ്പൊ പുരുഷന്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇത് കുറച്ച് ആയിട്ടും എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു സ്ത്രീ ആണെങ്കിൽ എപ്പോഴും അവര് വീക്കല്ല അല്ലെ. സമയങ്ങളിൽ അതാത് സമയങ്ങളിൽ അത് വരും പുറത്തോട്ട്. താങ്ക് യു. അൻസാർ സാർ പറഞ്ഞ കോൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ശിവശക്തി എന്ന് പറയും. ഒരു മനുഷ്യനിൽ ശിവനും ഉണ്ട് ശക്തി ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്ന കോൺസെപ്റ്റ് ആണ്. സോ വളരെ റെലവെന്റ് ആണ്. നമ്മള് എല്ലാരിലും ഈ ഇന്നും ഉണ്ട് യാങ്കും ഉണ്ട്. ചിലപ്പോ യാങ് കൂടുമ്പോ ഇന്ന് വെച്ചിട്ട് അത് ബാലൻസ് ചെയ്യണം, ഇന്ന് കൂടുമ്പോ യാങ് വെച്ചിട്ട് ബാലൻസ് ചെയ്യണോ എന്നുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇൻ തിയറിയില്. എനിവേ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ഉള്ള ഒരു തോട്ട് പ്രോസസ് സജില മാം ഇന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചന്ദ്ര മാം. ഇത് നമ്മുടെ പറഞ്ഞല്ലോ അക്യുപങ്ക്ചറിൽ ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ നേച്ചറുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് നോക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവും. നമ്മുടെ ശരീരത്തെ നമ്മുടെ ബോഡി എടുത്ത് നോക്കി കഴിഞ്ഞാല്. താങ്ക് യു ഷജില മാം. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാനിതിങ്ങനെ പറയുമ്പോ ഞാൻ ഇന്നലെ ബയോളജിയിൽ പഠിപ്പിച്ചൊരു സംഭവമാണ് ഓർമ്മ വന്നത്.
അതായത് ജീനുകളെ കുറിച്ച് നമ്മൾ പറയുമല്ലോ. അപ്പൊ ജീൻ എന്ന് പറയുമ്പോൾ അതിന് 2 ഫാക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ എടുക്കണേ, ഹൈറ്റ് എടുക്കണമെങ്കിൽ ടോളും ഡ്വാർഫും ഷോർട്ടും അങ്ങനെ എടുക്കുന്ന പോലെ എല്ലാത്തിനും അങ്ങനെയുണ്ട്. ഒരെണ്ണം ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക, ഒരെണ്ണം ഹൈഡ് ചെയ്ത് നിൽക്കുമായിരിക്കും. അതുപോലെ എല്ലാത്തിലും ഒരു ഇത് ഉണ്ടെന്നുള്ളതാണ്. എവിടെ ഇത് നോക്കി കഴിഞ്ഞാലും എന്നാലും അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഒരു സജില. നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് ഇത് രണ്ടും, ഈ ഇഞ്ഞും യാങ്ങും പറയാം. അതെ അതെ അതെ, നമുക്ക് ഒന്ന് മാത്രം മതി എന്ന് പറയാൻ പറ്റൂല അല്ലെ. അതെ. താങ്ക് യു മാം. മാം ഷെയർ ചെയ്ത ആ പിക്ചർ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടാ. ആ ഒരു വൈറ്റ് ഡോട്ടിന്റെ ഉള്ളിലുള്ള ബ്ലാക്കും ബ്ലാക്കിന്റെ ഉള്ളിലുള്ള വൈറ്റും. അതെ അതെ, നമുക്ക് ആ സിമ്പിൾ കാണുമ്പോ തന്നെ ആ ഒരു അവയർനെസ്സും കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു രൂപം വരും അല്ലേ അതിൽ നിന്ന്. അതെ. ആർക്കെങ്കിലും കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു നിഷ മാം. എല്ലാവർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് വൈകിപ്പിക്കാനേ. അതെ അതെ, ഓപ്പോസിറ്റ് വേർഡ്സ് ആർ കോംപ്ലിമെന്ററി എന്നുള്ളൊരു തത്വമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. yes. താങ്ക് യു മാം. നുസ്രത്ത് മാം താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവരും ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. Thank you, ma'am. Wishing all a good day. Good day all.